കോൺഗ്രസ് നേതാക്കന്മാരെ മനഃപൂർവ്വം കൊടുക്കുകയും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരിടുകയും ചെയ്യുക, അവരെ രാഷ്ട്രീയമായി തകർക്കാൻ പറ്റാത്തതുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി അവരെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിർദ്ദേശം കൊടുത്ത് എടുത്തിട്ടുള്ള ഒരു കേസാണ്. അതൊരു കാരണവശാലും നിലനിൽക്കുന്നതല്ല, അത് തള്ളിപ്പോകുന്ന കേസാണ് എന്ന് ഇന്നത്തെ നിൽക്കുകയാണ്. ഈ വിജയേട്ടൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി ഇതിനെതിരെ പോരാടും എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും വലിയ തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. ഈ ആരോപണ വിധേയരായ 3 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ കേസിൽ 3 പേർക്കും വളരെ വേഗത്തിൽ തന്നെ കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു. 3 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. DCC വക്താവാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കോൺഗ്രസ് കുറ്റക്കാരല്ല എന്ന് വ്യക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഈ വിധി. മുൻകൂർ ജാമ്യം എന്നുള്ളത് അവകാശമാണ്. എന്തായാലും ഇത് കുറ്റക്കാരല്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇനി ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവർക്ക് ഈ കാര്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയും, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ വിധിയാണ്. NM വിജയന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ പോരാട്ടം തുടരും എന്നാണ് ഇപ്പോൾ DCC നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഏതായാലും വലിയ സന്തോഷം ജില്ലയിലും സ്വാഭാവികമായും സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാകും. കാരണം കോൺഗ്രസിനെ സമീപകാലത്ത് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമായിരുന്നു ഇപ്പോൾ ഈ NM വിജയന്റെ മരണം. NM വിജയന്റെ മരണത്തിൽ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഈ നേതാക്കൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് NM വിജയന്റേതായി പുറത്തു വന്ന കത്തിൽ ഈ 3 പേരുടെയും പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ മുൻ കോൺഗ്രസ് നേതാവ് PV ബാലചന്ദ്രന്റെ പേരുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇവിടെ വരാതിരുന്നത്. അതേസമയം ബാക്കി 3 പേരുടെയും ജാമ്യാപേക്ഷ ഇവിടെ വന്നിരുന്നു. ആ 3 പേരും തങ്ങൾക്ക് ജാമ്യത്തിന് അവകാശമുണ്ട്. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA കോടതിയിൽ വന്നിട്ടുള്ളത് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം കോടതിയിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരു സത്യാനന്തര കാലഘട്ടത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കളവായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കേസാണിത്. IC ബാലകൃഷ്ണൻ MLA രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. അതിനുശേഷം ചില അർദ്ധസത്യങ്ങളെ മുഴുവൻ നുണകളുടെയും മേമ്പടിയോട് കൂടി സമൂഹത്തിന് മുമ്പായി അവതരിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായ വ്യാജ പ്രചാരണം നടത്തുന്നു. തെരുവിൽ IC ബാലകൃഷ്ണൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിന്താശക്തി നശിച്ചു പോയിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ തെരുവിൽ അണിനിരത്തുന്നു. അതിനുശേഷം ഈ ഒരു കേസിൻ്റെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും കളവായി ഒരു പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീടാണ് സർക്കാരിൻ്റെ എല്ലാ മെഷീനറികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആഴ്ചയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് IC ബാലകൃഷ്ണനെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. കോടതി സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഒരു ഘട്ടത്തിൽ കേസന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നയിക്കുകയും, നിങ്ങളൊക്കെ കേട്ടതാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്നത് ദെയർ എൻഡ്സ് ദ ഇൻവെസ്റ്റിഗേഷൻ. എവിടെയാണ് കൃത്യമായ ചില സൂചനകൾ ഈ കേസ് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് ആ ഏജൻസിയെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഹീനകൃത്യമാണെന്ന് കോടതിയിൽ തകർന്നടിഞ്ഞിട്ടുള്ളത്. ഉപാധികൾ അസംബ്ലി സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് IC ബാലകൃഷ്ണൻ MLA സൗകര്യപ്രദമായ സമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ച ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി ഉപാധി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ പ്രധാനമായി വാദം ഉന്നയിച്ചിട്ടുള്ളത് IC ബാലകൃഷ്ണൻ MLA ഈ കേസിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമില്ല. ശ്രീ NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട്. എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത്. തീർച്ചയായും അന്തിമ വിജയത്തിന്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് നിലനിൽക്കുന്നതല്ല. അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
ഇല്ല, പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിന് കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ചോദ്യം ചെയ്യാൻ ഞങ്ങൾ വിധേയനാവും. ഒരു സംശയമില്ല കാര്യത്തിൽ. അന്വേഷണ ഏജൻസിയോട് 100% സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ സംഭവം വന്നപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ എന്താണ് എല്ലാവരും വയനാട് ജില്ലയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? IC ബാലകൃഷ്ണൻ MLA വയനാട് ജില്ലയിൽ നിന്ന് മാറിയതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം അസംബ്ലിയിൽ പോയിട്ടുണ്ടല്ലോ. നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. ഏതായാലും വലിയ തരത്തിൽ ആത്മവിശ്വാസം വ്യക്തമാക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെ അഭിഭാഷകർ, അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഏതായാലും വലിയ സന്തോഷം കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റും നിലവിലെ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ട ഒരു കേസ് എന്നത് സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ആ കാര്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ആശ്വസിക്കാവുന്ന ആദ്യഘട്ട വിജയം എന്ന തരത്തിൽ അവർക്ക് ആശ്വസിക്കാവുന്ന ഒരു വിജയം തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നെങ്കിൽ, അഥവാ ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നെങ്കിൽ ജാമ്യാപേക്ഷയിൽ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്, മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്? വാദത്തിനിടെ എന്തൊക്കെയായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതിക്ക് മുൻപാകെ നിരത്തിയ കാര്യങ്ങൾ, ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ? തീർച്ചയായും ഇപ്പോൾ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NM വിജയന്റേതായി പുറത്തു വന്നത് 2 തരത്തിലുള്ള കത്തുകളാണ്. അതിൽ ഒന്ന് നേതാക്കൾക്ക് എഴുതിയത് എന്ന് പറയപ്പെടുന്നതും മറ്റേത് കുടുംബത്തിന് എഴുതിയതും. ഈ കുടുംബത്തിന് എഴുതിയത് മാത്രമാണ് പുതിയ കത്ത് എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ സമർത്ഥിച്ചത്. കാരണം നേതാക്കൾക്ക് എഴുതിയിട്ടുള്ള കത്തിലാണ് ഇപ്പോൾ പറയപ്പെടുന്ന IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും പേരുണ്ടായിരുന്നത്. ആ കത്ത് പക്ഷേ 3 വർഷമെങ്കിലും പഴക്കമുള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ ഒരുപക്ഷെ കോടതിയിൽ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോടതിയിൽ അത് വാദമായി ഉന്നയിച്ചിരുന്നു. പക്ഷെ അത് എടുത്തു പറഞ്ഞുകൊണ്ടല്ല വിധി പ്രസ്താവം. അതിന്റെ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഇവർ കോടതിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് എഴുതിയതാണ് ആത്മഹത്യാ കുറിപ്പ്. പക്ഷെ ആ കുറിപ്പിൽ മക്കളോട് നല്ല രീതിയിൽ ജീവിക്കാനും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളും ഒക്കെ പറയുക എന്നതിനപ്പുറം കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു സൂചനകൾ പോലും ആ കത്തിലില്ല. അതാണ് ആത്മഹത്യാ കുറിപ്പ്. എന്നാൽ ആത്മഹത്യാ കുറിപ്പ് അല്ലാതെ വർഷങ്ങൾ പഴക്കമുള്ള, കാരണം അത് അങ്ങനെ അവർ പറയുന്നതിന് കാരണം നേതാക്കൾക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നത്, NM വിജയൻ പറയുന്നത് തന്റെ ഭാര്യ 4 വർഷം മുമ്പ് തന്റെ ഭാര്യ മരിച്ചു എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് 7 വർഷമായി. അപ്പോൾ 3 വർഷം മുമ്പെങ്കിലും അദ്ദേഹം എഴുതി വെച്ചൊരു കത്താണ്. അതിനെക്കുറിച്ചാണ് ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ആശ്വാസകരമായ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്.